പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയപത്മനും ജാനകിയും ഭാവനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അറിഞ്ഞ് ടെൻഷനായിട്ട് വരികയാണ്. എന്നിട്ട് ഗായത്രിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ ഗായത്രി പറഞ്ഞു കൊടുക്കുകയാണ്, മോഹനനും അവനും കൂടിയാണ് ഈ ചതി ചെയ്തത്, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ഗായത്രി പറയട്ടോ. അപ്പൊ വിജയപത്മൻ ചോദിക്കുകയാണ്, എവിടെ സേതു എവിടെ എന്ന് ചോദിക്കുമ്പോൾ മായ പറയാണ്, സൂര്യയെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി എന്ന് പറയട്ടോ. അപ്പോൾ ജാനകി പറയാണ്, ഇപ്പൊ വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ വിജയപത്മൻ പറയാണ്, കേസ് സ്ട്രോങ് ആയിട്ടുണ്ടാവും, അതുകൊണ്ട് നല്ല രീതിയിൽ ആരെങ്കിലും ഇടപെട്ടാലാണ് ഇനി ജാമ്യം കിട്ടൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഭാനു വരുന്നത്. അങ്ങനെ ഭാനുവിനെ കാണുമ്പോൾ വിജയപത്മനും ജാനകിയും അവളുടെ അടുത്തേക്ക് ചെല്ലും. അവരെ കാണുമ്പോൾ ഭാനു അങ്ങ് പൊട്ടിക്കരയുണ്ടോ. അപ്പോൾ ജാനകി ആശ്വസിപ്പിക്കുകയാണ്, എന്താ മോളെ നീ കാണിച്ചത്, ഇനി ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്, നീ ഭാവനയുടെ അനിയത്തിയാണ്. വിജയപത്മൻ പറയണേ, ഇതിന്റെ പേരാണ് എടുത്തുചാട്ടം എന്നുള്ളത്, നിനക്കറിയാവുന്നതല്ലേ ഭാവനയുടെ സ്വഭാവം, നീ ഇങ്ങനെ കാണിച്ചപ്പോൾ ഇതിന്റെ പിറകിൽ മോഹനനും അവന്റെ മകനുമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ പോയി തല്ലിയത്, അതുകൊണ്ടാണ് അവരിപ്പോൾ കേസും കൊടുത്തത്. വീട് കയറി തല്ലിയതിന്റെ കേസ് വേറെയാണ്, ജാമ്യം പോലും കിട്ടില്ല. ഗായത്രി പറയണേ, ഏട്ടാ എന്റെ മോളെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പോകുന്നത്, അവനെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കുമെന്ന് വിജയപത്മ പറയട്ടോ. അപ്പോൾ ജാനകി പറയണേ, ഇനി കരഞ്ഞിട്ട് കാര്യമില്ല മോളെ, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചെയ്യരുത്, മരിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് പാട്. വിജയപത്മ പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ വിജയപത്മൻ പറയണേ, എനിക്ക് ആ ഭരത്തിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ മായ പറയണേ, അവനെ ഒന്നും പറയേണ്ട മാമ, കാരണം ഇന്ന് തന്നെ അവൻ ജോലി കളയാൻ വേണ്ടി നിന്നതാണ്, ഭാവനയാണ് അത് തടഞ്ഞത്. ജാനകി പറയാണ്, അവള് സമ്മതിക്കില്ലല്ലോ, കാരണം അവൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് ആ ജോലി, അപ്പൊ പിന്നെ അത് കളയാനുണ്ടോ, അവൾ സമ്മതിക്കുക, എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, എന്തായാലും പപ്പേട്ടൻ ചെല്ല് എന്ന് പറഞ്ഞ് വിജയപത്മനെ പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് മായയുടെ കയ്യിലുള്ള ഫോണ് ജാനകി വാങ്ങിയിട്ട്, ആ മോഹനന്റെ നമ്പറില്ലേ ഇതിൽ, ഞാനൊന്ന് അവന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കാനൊരുങ്ങുമ്പോൾ മായ പറയണ, അത് വേണ്ട വല്യമ്മേ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി വെക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് നീക്കമുണ്ടായാലും അത് ഭാവനയെ ബാധിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണേ, എന്തായാലും ഞാൻ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് മനസ്സിൽ ഓരോന്ന് തീരുമാനിച്ച് ഗായത്രി അകത്തേക്ക് പോവാണ്. പിന്നീട് വിജയപത്മൻ സ്റ്റേഷനിലെത്തിയ ശേഷം ഭരത്തിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ അവിടുത്തെ കോൺസ്റ്റബിളോട് പറയണേ, എനിക്ക് SI സാറിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഒരു ഭരത്തിന്റെ റൂം കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഭരത്തിന്റെ റൂമിലേക്ക് വിജയപത്മൻ ചെല്ലുന്ന സമയത്ത് ആലോചിച്ചിരിക്കുകയാണ്. ഭരത് സങ്കടത്തോട് കൂടിയിട്ട് ഇങ്ങനെ എങ്ങനെ ചേച്ചിയെ ഇറക്കും എന്നുള്ള ചിന്തയോടെ ഇരിക്കുമ്പോൾ വിജയപത്മൻ പറയുന്ന, SI സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നങ്ങ് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് വെല്ലിച്ച എന്ന് പറഞ്ഞ് എണീറ്റ് നിന്നോണ്ട് സ്വീകരിക്കുകയാണ് കേട്ടോ. അയ്യോ എന്നെ വെല്ലിച്ച എന്നൊന്നും യൂണിഫോം ഇട്ട് വിളിക്കല്ലേ, അതൊന്നും നിയമത്തിന് വിരുദ്ധമാണ്, വെല്ലിച്ചനും എന്നെ കുറ്റപ്പെടുത്താണല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് വേണം, സ്റ്റേഷൻ സാറിന് ഓർമ്മയുണ്ടോ, അന്ന് ഇവിടുത്തെ SIയെ തല്ലിയ കേസിൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നിരുന്നു, അന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഭാവന CAയുടെ കാലിൽ വീണ് കരഞ്ഞതുകൊണ്ടാണ് നീ രക്ഷപ്പെട്ടത്, അന്ന് ആ CA കരുണ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഈ കസേരയിൽ ഇരിക്കില്ലായിരുന്നു, അതുകൊണ്ട് നീ ആരോട് നെറുകേട് കാണിച്ചാലും ഭാവനയോട് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയട്ടോ. വല്യച്ഛ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, എന്ത് അവസ്ഥ, ACP ആണ് അവിടേക്ക് കൊണ്ടുപോയത്, പിന്നെ CM ഒക്കെ ഇടപെട്ട കേസാണെന്ന് പറയുമ്പോൾ, ആരിടപെട്ടാലും നിന്റെ ചേച്ചി തന്നെയാണല്ലോ, ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും ആർക്കും എന്നെ മനസ്സിലാവില്ല, ഏത് നശിച്ച നേരത്താണാവോ എനിക്ക് പോലീസുകാരനാവാൻ തോന്നിയത്, നിന്റെ വകുപ്പിൽ അവളെ പുറത്തിറക്കാൻ വല്ല നിയമമുണ്ടോ, അറിയാഞ്ഞിട്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ, അതിന് വല്യച്ഛ കേസ് കുറച്ച് സ്ട്രോങ് ആണ്, ഇനിയിപ്പോൾ ACP പറഞ്ഞത് കോടതിയിൽ വെച്ച് ജാമ്യം കിട്ടുമെന്നാണോ, എല്ലാവരും കൂടി പറഞ്ഞു വരുന്നത് ഭാവന ജയിലിൽ കിടക്കണമെന്നാണോ, എങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഭാവനയെ ഒരിക്കലും ജയിലിൽ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല, അതിനുവേണ്ടി ഞാൻ ആരുടെ കാല് പിടിച്ചാലും ഞാൻ അവളെ പുറത്തിറക്കും, എനിക്ക് ഭാവനയെ കാണാൻ വല്ല നിയമ തടസ്സവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല വല്യച്ഛ എന്ന് പറയട്ടോ. അത്രയോ ഉപകാരം എന്ന് പറഞ്ഞ് ഭരത്തിന്റെ നേരെ വല്യച്ഛൻ തൊഴുതുകൊണ്ട് ഇന്ന് നന്ദിയുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് വിജയപത്മൻ ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഭാവനയെ സെല്ലിൽ കാണുമ്പോൾ വിജയപത്മകൾ നിറഞ്ഞു പോവുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാ മോളെ നീ അവനെ തല്ലാൻ വേണ്ടി പോയത്, എന്റെ അച്ഛനെ പലതവണ അവൻ നശിപ്പിക്കാൻ നോക്കിയതാണ്, പിന്നെ ന്യായമില്ലാത്തതിലൊന്നും നീ ഇടപെടില്ല എന്നറിയാം, എന്നാലും നീ അവനെ അടിക്കാൻ പോവരുതായിരുന്നു എന്ന് പറയുമ്പോൾ, അത് പിന്നെ വല്യച്ഛ അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇനി ഈ അവസ്ഥയിൽ കാണുമ്പോൾ വല്യച്ഛൻ അത് താങ്ങാൻ കഴിയുന്നില്ല, പിന്നെ ഭരത് തന്നെ നിന്നെ കസ്റ്റഡിയിലെടുത്തു എന്ന് കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, ഭരത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് വല്യച്ഛ, അവനവന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഓറി മോളെ അത്രയ്ക്കുള്ള വിശാല മനസ്കതയൊന്നും എനിക്കില്ല, എന്തായാലും നിന്നെ ഇവിടെ നിന്നും ഇറക്കാതെ ഞാൻ പോവില്ല മോളെ, എന്താണെന്നറിയില്ല, നീ ഇവിടെ കിടക്കുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിജയപത്മൻ ഒന്ന് കരഞ്ഞു പോവാണ്. മോഹനൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെയാണ് വിളിപ്പിച്ചിട്ടുള്ളത്, അവൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് പറയുമ്പോൾ ഭാവന പറയണ്, അവൻ ഭാനുവിന്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത് വല്യച്ഛ, അവൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ
തന്നെ കാരണം അവനാണ്. ഭാനുവിന്റെ പഠിപ്പിനെ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയട്ടോ. അപ്പോൾ വിജയപത്മൻ പറയണേ കേസ് ബലക്കാൻ വേണ്ടിയിട്ടാണ് അവനും മോനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അത്രയ്ക്കുള്ള പരിക്കൊന്നും അവനില്ല വല്യച്ഛ, ഇതെന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ചെയ്തതാണ്. ഭാനുവിനെ അവൻ ഇനി കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവൻ കളിച്ച കളിയാണെന്ന് പറയട്ടോ. അപ്പോൾ വല്യച്ഛൻ പറയണ എന്തായാലും മോളെ നിന്നെ ഞാൻ പുറത്തിറക്കാതെ ഇവിടെ നിന്ന് ഞാൻ പോവില്ല. വിജയപത്മൻ നല്ല വിഷമത്തോടു കൂടി പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴത്തേക്കും സൂര്യയും സേതും അവിടേക്ക് വരികയാണ്. അങ്ങനെ സേതു പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭരത്തിന്റെ റൂമിലേക്ക് ചെന്നിട്ട് പറയാണ്, ഭരത്തേടാ നന്ദിയില്ലാത്തവനെ, നീ ഭാവനയോട് തന്നെ ഇത് ചെയ്യണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ ഒന്ന് പതിയെ പറ, ACP ഒക്കെ അപ്പുറത്തുണ്ട് എന്ന് പറയുമ്പോൾ ആര് കേട്ടാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് സേതു പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂര്യ പറയാണ്, ഞാൻ എന്താണ് സേതുവേട്ടനോട് പറഞ്ഞത്, വെറുതെ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അവൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. അവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. അതാദ്യം നമുക്ക് ചോദിക്കാം. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാനിപ്പോൾ അങ്കിളിനെ വിളിച്ചിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ നീ ഇപ്പോൾ നീതിമാനായ പോലീസ് ഓഫീസറാണ്. ഭരത് പറയണേ എനിക്ക് അങ്ങനെയുള്ള ഒരു ക്രെഡിറ്റും വേണ്ട. ഞാനിപ്പോൾ ഭാവനേച്ചിയെ അറസ്റ്റ് ചെയ്ത് ആശിച്ച സമയത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം വരുന്നത് എന്ന് പറയുമ്പോൾ സേതു പറയണേ, ഭരത്തെ ഞാൻ എഴുതി തരാം, ഞാനാണ് അവരെ അടിച്ചത് എന്ന്. ഭാവനയൊന്ന് വെറുതെ വിട്ടാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും കഴിയില്ല ഏട്ടാ. അവരുടെ കയ്യിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് തന്നെ എന്ന് പറയട്ടോ. ആ നശിച്ചവൻ തന്നെ ഭാവനയ്ക്കും പാരയായി എന്ന് പറയട്ടോ. ഇനി ഞങ്ങൾക്ക് ഭാവനയൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഭാവനേച്ചി അവിടെയുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ സേതു ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സൂര്യഭാരത്തിനോട് പറയണേ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എനിക്ക് നിന്നെ മനസ്സിലാവും, ഭാവനയ്ക്കും നിന്നെ മനസ്സിലാവും എന്ന് പറയട്ടോ. എനിക്ക് മതിയായി ഏട്ടാ, ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് മതിയായോ? അങ്ങനത്തെ ഒരു അവസ്ഥയല്ലേ എനിക്ക് ഉണ്ടായത്. ഏട്ടൻ സേതുവേട്ടനെയും അമ്മയെയും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയട്ടോ. എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ ജോലി രാജിവെക്കും. വെറുതെ വിഡ്ഢിത്തരം പറയാതെ എല്ലാം ശരിയാവും. നീ ഇവിടെ ഉള്ളത് കൊണ്ട് ഭാവന അത്രയും സേഫ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നും പറഞ്ഞ് ഭരത്തിനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ഭാവനയുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് സേതു ചോദിക്കുകയാണ്, എന്താണെങ്കിലും കാര്യം തുറന്നു പറ ഭാവന, ആത്മഹത്യക്ക് ശ്രമിക്കുന്നു, അത് കഴിഞ്ഞ് നീ അവരെ പോയി അടിക്കുന്നു, ഇതിലൊക്കെ എന്താണ് കാര്യമുള്ളത് എന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഒന്നുമില്ല, ഞാൻ എന്തെങ്കിലും ഒന്ന് ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് ഏട്ടന് തോന്നുന്നുണ്ടോ? ഭാനുവിനെ അവർ പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് വരെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചതാണ്. അത് അവരാണോ തീരുമാനിക്കുക ഭാനു പഠിക്കണോ വേണ്ടേ എന്നുള്ളത്? ഇത് തന്നെയാണ് ഏട്ടാ ഞാനും ചോദിച്ചത്. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരമായി, പിന്നെ അത് വഴക്കായി. പിന്നീടാണ് ഞാൻ അവനെ അടിച്ചത് എന്ന് പറയട്ടെ. അപ്പോഴാണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ നിനക്ക് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോവാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ കണക്കായി, സേതുവേട്ടനും സൂര്യയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ നിങ്ങൾ കൊന്നേനും, ഞാൻ ഇനി കോടതിയിൽ ബാക്കിയെല്ലാം പറഞ്ഞോളാം എന്ന് പറയട്ടോ. അപ്പോൾ സേതു ചോദിക്കുക, അപ്പോൾ നീ എന്താ ഇവിടെ തന്നെ കിടക്കാനാണോ നിന്റെ ഉദ്ദേശം? കിടക്കേണ്ടി വന്നാൽ കിടക്കല്ലേ പറ്റൂ സേതുവേട്ടാ. അല്ലിച്ചൻ വന്ന് ഒരുപാട് വിഷമിച്ചിട്ട് സംസാരിച്ചു പോയി, എന്നെ കൊണ്ടാണ് ഇവിടെ നിന്ന് പോവൂ എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് പറയട്ടോ. എന്നിട്ട് വല്യച്ഛൻ എവിടെ? ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. സൂര്യ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു നിന്നോട് ദേഷ്യമില്ലാന്ന്? നിനക്കിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോയത് എന്ന് പറയട്ടെ. എന്തായാലും നിന്നെ അടക്കാൻ ഇപ്പോൾ ശക്തമായ ആരുടെയെങ്കിലും ഇടപെടൽ വേണം, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ, പിന്നെ നമ്മുടെ വക്കീലിനെയും ഒന്ന് കാണണം എന്ന് പറയട്ടെ. അപ്പോൾ സേതു പറയണേ, ഞാനും എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സേതു പോവാണ്. അങ്ങനെ സേതു പോയി കഴിഞ്ഞ ശേഷം സൂര്യയോട് ഭാവന എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഭാനുവിന്റെ ഫോണിലേക്ക് അവൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ച് അവളെ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഭാനു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ സൂര്യക്കങ്ങ് ദേഷ്യം വരിക കേട്ടോ. അതുവരെത്തിയിലെ കാര്യങ്ങളൊക്കെ കാര്യവുമില്ലാതെ താൻ ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് സൂര്യ പറയുമ്പോൾ ഭാവന പറയണേ, ഇക്കാര്യങ്ങളൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ലല്ലോ, എന്തായാലും താൻ ധൈര്യമായിട്ട് ഇരിക്കെ, തന്നെ ഇതിനകത്തിട്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോവില്ല, ഞാൻ എന്തെങ്കിലും വഴി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭാവനയെ ആശ്വസിപ്പിച്ച ശേഷമാണ് സൂര്യ പോകുന്നത്. പിന്നീട് ഭാവനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അജയൻ അറിയാട്ടോ. അങ്ങനെ അജയന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ട് സൂര്യയുടെ അച്ഛനോടും അമ്മയോടൊക്കെ പറയാൻ വേണ്ടി ഓടി ചെല്ലുകയാണ്. ദേവനോടും ജയനിർമ്മലയോടും ഒക്കെ പറയാൻ വേണ്ടി ഓടി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എല്ലാവരെയും വിളിച്ചെടുത്താണ് ഹാളിലേക്ക്. അപ്പോൾ മാനസയും പ്രസീതയും മുന്നിലും ഒക്കെ വരികയാണ്. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭാവനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം പറയുമ്പോൾ അവരെല്ലാവരും ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ. അപ്പോൾ മാനസ് ചോദിക്കുകയാണ്, എന്തിനാണ് ഭാവന ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയണ അവൾ ഗുണ്ടായിസം കാണിച്ചതിനാണെന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഭാവനയെ പുറത്തിറക്കാൻ വേണ്ടി പല ശ്രമങ്ങളും അവർ നടത്തി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ACPയെ വരുന്ന സമയത്ത് ACPയെ കാണുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിജയപത്മൻ ACPയുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് പറയട്ടോ ഭാവനയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിജയപത്മൻ്റെ ആ പ്രവൃത്തി കാണുമ്പോൾ ACPക്ക് തന്നെ വിഷമം വരികയാണ്. അപ്പോൾ ACP പറയാണ്, ഭാവനയെ ഇനി പുറത്തിറക്കാൻ ഒരു മാർഗമുള്ളൂ, ആരാണോ കേസ് തന്നത് അവരെ കൊണ്ട് കേസ്
കേസ് പിൻവലിപ്പിക്കണം എന്നങ്ങ് പറയട്ടോ. അത് കേട്ടപ്പോൾ വിജയപത്മൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിജയപത്മൻ്റെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ ഭാവനയ്ക്ക് തന്നെ സങ്കടം വരികയാണ്. എൻ്റെ വല്യച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് ACPയുടെ കാലിൽ വരെ വീണല്ലോ എന്നുള്ള ആ ഒരു ദുഃഖം ഭാവനയുടെ മനസ്സിൽ വരിക കേട്ടോ. അങ്ങനെ ഇക്കാര്യം ഗായത്രിയെ വിളിച്ച് അറിയിക്കുകയാണ്. അങ്ങനെ ഗായത്രി മായയും കൂടിയിട്ട് മോഹനൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ കേട്ടോ. എൻ്റെ മോളെ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് രക്ഷിക്കണം, അതിനു വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ തൊഴുതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഗായത്രി പറയാണ്. അങ്ങനെ ഗായത്രിയോട് ആ സമയത്താണ് കേട്ടോ ഇനി പക പോക്കാൻ പോകുന്നത്. ഗായത്രിയുടെ രണ്ടാനമ്മ അവിടേക്ക് വരുന്നത്. അങ്ങനെ അതിനെ കാണുന്ന സമയത്ത് തന്നെ ഗായത്രി ആകെ ഞെട്ടലോട് കൂടിയിട്ടാണ് കേട്ടോ വീൽ ചെയറിൽ വരുന്ന അവരെ കാണുമ്പോൾ ഗായത്രി നോക്കുന്നത്. അങ്ങനെ ഇനി ഗായത്രിയെ കൊണ്ട് അവർ മാപ്പ് പറയിപ്പിക്കുകയും കാല് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇനി ഭാവനയെ പുറത്തിറക്കാൻ വേണ്ടി അവർ കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഗായത്രി അവരോട് പറയുന്നുണ്ട്, എൻ്റെ മകൾ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഗായത്രി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. മായൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മോഹനൻ്റെ ഭാര്യയോടൊക്കെ സംസാരിക്കുമ്പോൾ ഗായത്രിക്ക് മുന്നിൽ അവർ കുറച്ച് ഡിമാൻഡുകൾ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ഭാവനയ്ക്കെതിരെ കൊടുത്ത കേസ് അവർ പിൻവലിക്കാൻ തയ്യാറാവുന്നത്.